all, welcome to IAC Lecture School Plus. Myself, Mohammed Rafi, Accountancy faculty. സോ ഇന്ന് ഞാൻ അവിടെ വന്നിട്ടുള്ളത് നമ്മുടെ SSLC റിസൾട്ട് വന്നു, +1 അഡ്മിഷനിലേക്കുള്ള പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏകജാലക പ്രോസസ്, സിംഗിൾ വിൻഡോ പ്രോസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ അക്ഷയയിലൊക്കെ പോയിട്ടുണ്ടാകും മേ ബി. എന്തിനായാലും നമുക്ക് സ്വന്തമായിട്ട് ചെറിയ സമയം കൊണ്ട് ഈ ഒരു പ്രോസസ്സ്, അതായത് ഏകജാലക പ്രോസസ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ പ്രധാനമായും നമ്മൾ ഓർത്തിരിക്കേണ്ട ഡേറ്റുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സുകളാണ് വേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ചെറിയൊരു സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട തീയതികൾ, ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഏകജാലക പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് 40th ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വറി, 40th ചെയ്ത ആളും അതേപോലെ തന്നെ അവസാന തീയതിയായിട്ടുള്ള 20ാം തീയതിക്ക് ചെയ്ത ആളും ഒരേപോലെ തന്നെയാണ്. സോ തിരക്ക് കൂട്ടി എന്നതുകൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഇല്ല. സോ എന്തായാലും 20ാം തീയതി വരെയാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന സമയം. then 20ാം തീയതി നമ്മൾ സബ്മിറ്റ് ചെയ്താൽ 24th ആകും നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് വരും. സോ ആ അലോട്ട്മെന്റ് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ളതല്ല, നേരെ മറിച്ച് നമ്മളുടെ ആപ്ലിക്കേഷൻ നമുക്ക് എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടെങ്കിലോ നമ്മുടെ ഏതെങ്കിലും സ്കൂളിന്റെ ഓപ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെങ്കിലോ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത്. then അത് കഴിഞ്ഞ് ജൂൺ 2ാം തീയതി നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. ആ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് കിട്ടിയ ഓപ്ഷനിൽ നമ്മൾ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. ടെമ്പററി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ നമ്മൾ അഡ്മിഷൻ എടുക്കേണ്ടി വരും. then നമുക്ക് 10th ജൂണിന് സെക്കൻഡ് അലോട്ട്മെന്റ് വരും. അതേപോലെ തന്നെ 16th ജൂണിന് തേർഡ് അലോട്ട്മെന്റ് വരും. അങ്ങനെ തേർഡ് അലോട്ട്മെന്റുകൾക്ക് ശേഷം നമ്മുടെ 18ാം തീയതിയാണ് നമ്മുടെ +1 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ സമയത്തേക്ക് പ്രധാന അലോട്ട്മെന്റുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സോ അതിനുശേഷം വരുന്ന വാക്കൻസികളൊക്കെ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെയൊക്കെ പിന്നീടുള്ള ആപ്ലിക്കേഷനിലൂടെയൊക്കെ സീറ്റുകൾ ഫില്ല് ചെയ്യും. അങ്ങനെ അവസാനം ജൂലൈ 23 ആകുന്നതോടുകൂടെ ഈ വർഷത്തെ +1 അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഈ വർഷത്തെ ഒരു ഏകജാലക പ്രവേശനത്തിന്റെ ഡേറ്റുകളും അലോട്ട്മെന്റുകളും വിവരങ്ങളൊക്കെ വരുന്നത്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊസീജിയറിലേക്ക് പോകാം. സോ ഏതൊക്കെ രീതിയിലാണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് +1 അഡ്മിഷനിലേക്ക് ഏത് ഘട്ടങ്ങളിലൂടെയാണ് കടക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കണം. എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരാം. then നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈൻ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. then ട്രയൽ അലോട്ട്മെന്റ് വരും. ആ അലോട്ട്മെന്റിൽ നമുക്ക് ഓപ്ഷൻസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് റീക്രിയേറ്റ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളുകളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു പ്രൊസീജിയേഴ്സ് വരുന്നത്. നമ്മുടെ ഏകജാല പ്രവേശനത്തിന്റെ സൈറ്റ് വരുന്നത് hscap.kerala.gov. എന്നുള്ള സൈറ്റാണ്. ഞാൻ കാണിച്ചു തരാം. അതിലൂടെ കയറിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഇതിന് സ്റ്റാർട്ടിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ കഫേ സെന്ററുകളും അതേപോലെ തന്നെ അക്ഷയ സെന്ററുകളും നമ്മുടെ സ്കൂളുകളും എല്ലാവരും ഒരുപോലെ ഒരേ ടൈം ഒരുപാട് പേര് ഇതിൽ ട്രൈ ചെയ്യുന്നുണ്ട്. സൈറ്റ് മേ ബി ഡൗൺ ആയിരിക്കാം. സോ അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ടൈമിൽ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ചെയ്തു തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ് മനസ്സിലാക്കിയാൽ രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ ഏർലി മോർണിംഗിനൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട്, കാരണം ആ സമയത്ത് ഇതിന്റെ യൂസേഴ്സ് കുറവായിരിക്കും സൈറ്റിന്റെ, അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിൾ ആയുള്ള പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എങ്ങനെയാ നോക്കാം. സോ ഞാൻ ആ പറഞ്ഞ സൈറ്റിൽ, അതായത് ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും www. അതില്ലെങ്കിൽ കുഴപ്പമില്ല, hscap.kerala.gov. എന്ന സൈറ്റിൽ കയറുമ്പോൾ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് കാണുന്നുണ്ടാവും. സോ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ ഓൾറെഡി ഇത് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള നമ്മൾ ആ ഒരു ലിങ്ക് വഴിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വെബ് പോർട്ടൽ വഴിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ആദ്യം നമുക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിൻഡോയ്ക്ക് ഓപ്പൺ ആവുക. ഈ വിൻഡോയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ജില്ലയിലാണ്, നിങ്ങളുടെ ജില്ലയാകാം അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ജില്ലയിലാണെങ്കിൽ എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ജില്ല നിങ്ങൾ സെലക്ട് ചെയ്യുക. ദെൻ സബ്മിറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ വരും. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇങ്ങനൊരു വിൻഡോ വരും. ഈ വിൻഡോയിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് സ്കീമാണ് എന്ന് സെലക്ട് ചെയ്യണം. ഇത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, കാരണം ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ്നെസ് വരുന്നത്. സോ അതുകൊണ്ട് സെലക്ട് സ്കീം ഏതാ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി ബോധം വേണം. ഞാൻ പറഞ്ഞത് എന്താ സ്കീം എന്നുള്ളത്. അതായത് നിങ്ങൾ ഈ ഇയറിൽ SSLC കംപ്ലീറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ സ്കീം വരുന്നത് സ്കീം 1 ആണ്. ആ സ്കീം 1 എന്നുള്ള നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഈ കഴിഞ്ഞ വർഷമല്ല, അതായത് ഈ വർഷമല്ല, അതിന് മുമ്പുള്ള വർഷങ്ങളിലാണ് നിങ്ങൾ SSLC കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ സ്കീം 2 ആണ് ചൂസ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് അതേപോലെ CBSE ആണെങ്കിൽ സ്കീം 4 ആണ് വരിക. അങ്ങനെ സ്കീം 8 വരെ ഉണ്ട്. അതായത് നിങ്ങൾ സ്കീം 1, 2, 3, 4, 5 വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതാണ് കൊടുക്കേണ്ടത്, സ്കീം 7 എന്നുള്ള അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ ഈ THSLC 8 എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2016 ശേഷമാണ് നിങ്ങൾ THSLC ചെയ്തതെങ്കിൽ ഓപ്ഷൻ നമ്പർ 8 അല്ലെങ്കിൽ സ്കീം നമ്പർ 8 ആണ് കൊടുക്കേണ്ടത്. സോ നോർമലി നിങ്ങൾ ഈ വർഷം SSLC കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ സ്കീം നമ്പർ 1 എന്ന് ചൂസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ
SSLCയുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ SSLC ബുക്കിലൊക്കെ ഉള്ള SSLC സർട്ടിഫിക്കറ്റിലൊക്കെ ഉള്ള ആ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേര് ഇവിടെ വന്നോളും. അതേപോലെ തന്നെ മന്തും ഇയർ ഓഫ് പാസ് ഓഫ് മന്തും ഇയറും അതേപോലെ തന്നെ പാസ്സായ മന്തും ഒക്കെ നിങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഒന്നെങ്കിൽ പേഴ്സണലി നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ഒരു മൊബൈൽ നമ്പർ, എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം അതിലേക്കായിരിക്കും OTP-കൾ പോവുക, അതിലേക്കായിരിക്കും ഫർദർ ഇൻഫർമേഷൻസുകളൊക്കെ പോവുക. ആ ഒരു മൊബൈൽ നമ്പറും ആ ഒരു OTP-യും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫർദർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മൊബൈൽ നമ്പർ കൊടുക്കും. ആ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ക്യാപ്ച കോഡ് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ക്യാപ്ച കോഡ് ഇവിടെ താഴെ കാണണം, അത് നിങ്ങൾ കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കാ നിങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഏകദേശം എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞിട്ടുണ്ടാവും. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും വരിക. നിങ്ങൾ ചൂസ് ചെയ്ത ഡിസ്ട്രിക്റ്റ് ഏതാണ്, അതേപോലെ തന്നെ നിങ്ങൾ ഏത് സ്കീമാണ് കൊടുത്തിട്ടുള്ളത്, സ്കീം 1 ആണോ, സ്കീം 2 ആണോ, സ്കീം 2 ആണോ, ഏത് രീതിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അതിവിടെ വരും. അതേപോലെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഉണ്ടാവും, ഇയർ ഓഫ് പാസ് ഇവിടെ ഉണ്ടാവും, നിങ്ങളുടെ മൊബൈൽ നമ്പറിന്റെ കുറച്ച് ഡിജിറ്റ്സുകൾ ഇവിടെ ഉണ്ടാവും. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. സോ OTP വരാൻ മേ ബി കുറച്ച് സമയം എടുക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം, OTP-ക്ക് കുറച്ച് സമയം ഉണ്ടാകും. ആ സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, 2-3 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ OTP വരും. ആ OTP നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ നിശ്ചിത സമയം കഴിഞ്ഞിട്ടും OTP വന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ കറക്റ്റ് ആണെങ്കിൽ OTP എന്തായാലും വരും. സോ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുത്തു, അതിന്റെ OTP നിങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യണം. ഈ സൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അലോട്ട്മെന്റുകൾ ചെക്ക് ചെയ്യാനും ഫർദർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ വേണ്ടി ഈ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യണം. ആ പാസ്വേഡ് എന്ന് പറയുന്നത് ഒരു 8 ഡിജിറ്റ് ആയിരിക്കണം. 8 ഡിജിറ്റ്സ് ആ പാസ്വേഡിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഈ 8 ഡിജിറ്റിലെ ഒരു ആൽഫബറ്റ്സിൽ തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ വേണം, വലിയ അക്ഷരം ഒന്ന് വേണം, അതേപോലെ തന്നെ ചെറിയ അക്ഷരം ഒന്ന് വേണം, അതേപോലെ തന്നെ നമ്പേഴ്സ് എന്തെങ്കിലും വേണം, അതേപോലെ തന്നെ എന്തെങ്കിലും സിമ്പിൾ വേണം. എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ പേര് ഇപ്പോൾ റാഫി എന്നാണെങ്കിൽ റാഫി അറ്റ് ഇതിപ്പം 2025 ആണ്. ഇങ്ങനെ ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പെട്ടിട്ടുണ്ട്. അതായത് സ്മോൾ ലെറ്റർ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ട്, സിമ്പിൾ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു മിനിമം 8 ഡിജിറ്റിൽ വരുന്ന അല്ലെങ്കിൽ 8 ക്യാരക്ടേഴ്സ് വരുന്ന ഒരു പാസ്വേഡാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആ പാസ്വേഡ് നിങ്ങൾ കൺഫേം ചെയ്യുക. ദെൻ നിങ്ങൾ അത് അപ്ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. മീൻസ് നിങ്ങളുടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ അവിടെ വിസിബിൾ ആയിട്ട് വരും. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ച് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. കാരണം ഈ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡും ഇത് രണ്ടും വെച്ചിട്ടാണ് നിങ്ങൾ ഇനി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റുകൾ ചെക്ക് ചെയ്യേണ്ടതും മുതലായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇനി ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ഈ ഒരു പാസ്വേഡും വെച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ നമ്പർ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ്ലി കാൻഡിഡേറ്റ് ലോഗിനിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സൈറ്റിൽ നിന്ന് ഔട്ടായി പോയിട്ട് ഒന്നും കൂടെ നമ്മുടെ വെബ് പോർട്ടലിൽ നമ്മുടെ ഈ ഒരു വിൻഡോയിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി നിങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ ആ ലോഗിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിൻഡോസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യാൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ആപ്ലിക്കേഷൻ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ ജില്ല ഏതാണ്, നമ്മൾ നേരത്തെ കൊടുത്ത ജില്ലയിലെ ആ ജില്ല ഏതാണ് എന്നുള്ളത്, നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ ട്രിവാൻഡ്രം എന്നായിരുന്നു, തിരുവനന്തപുരം എന്നായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ജില്ലയുടെ പേര് ഇവിടെ ചൂസ് ചെയ്യുക. ദെൻ നിങ്ങൾ ലോഗിൻ എന്ന് കൊടുക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്തു, നമ്മളുടെ ഒരു ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൻ്റെ ഉള്ളിലുള്ള ഒരു വിൻഡോയിലേക്ക് നമ്മൾ ചെല്ലും. ഇവിടെയാണ് നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സുകളും വന്നിട്ടുണ്ടാവുക. അതായത് നമ്മുടെ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് ആണെങ്കിൽ അത്, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെയാണ് ഉണ്ടാവുക. സോ ഇപ്പം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ആകെ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിന് ഇവിടെ കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്നുള്ള
അപ്ലൈ ഓൺലൈൻ എന്നുള്ള ആ ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഏകദേശം വലിയൊരു വിൻഡോ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഇത് നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓരോ കാര്യങ്ങളും എന്താ എന്നുള്ളത് ചെറിയ ചെറിയ പാർട്ടായിട്ട് കീറി മുറിച്ചിട്ട് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരാം. സോ ആദ്യം ഇവിടെ വരുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ മുകളിൽ വരും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ ഏതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്കൂൾ ഏതാണ്, അതായത് SSLC പഠിച്ചിട്ടുള്ള സ്കൂൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ചൂസ് ചെയ്തെടുക്കും. സ്കൂളിൻ്റെ പേരോ സ്കൂളിൻ്റെ കോഡോ അടിച്ചിട്ട് നിങ്ങൾ ഏത് സ്കൂളിലാണ് ഈ SSLC പഠിച്ചത് എന്ന് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കൂളിൻ്റെ പേര് ഇതിൽ ഉണ്ടാവുകയുള്ളൂ. അതായത് നിങ്ങൾ പഠിച്ച സ്കൂളിൽ +1 +2 കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ മാത്രമേ ആ ഒരു സ്കൂളിന്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അല്ലാതെ നിങ്ങൾ വെറും ഒരു ഹൈസ്കൂൾ മാത്രമേ പഠിച്ചുള്ളൂ, നിങ്ങൾ പഠിച്ച സ്കൂളിൽ 10ാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അതേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. നേരെ മറിച്ച് +1 +2 ഉള്ള ഒരു സ്കൂളാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ആ സ്കൂൾ ഇതിൽ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാവും, അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ കൊടുക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഇതിൽ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ ഓട്ടോ ഫിൽഡ് ആയിട്ട് വരും. ഫിൽഡായ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് റീചെക്ക് ചെയ്യണം. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ കാസ്റ്റ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ റിലീജിയൻ, അതേപോലെ തന്നെ ഫാദറിന്റെ നെയിം, മദറിന്റെ നെയിം, ഗാർഡിയൻ ആരാണ്, അതേപോലെ തന്നെ ആധാറിന്റെ ഏതാണ് നമ്മൾ ID പ്രൂഫ് ആയിട്ടുള്ളത്, ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളെല്ലാം നമ്മൾ കൊടുത്തു കഴിയും. ഇനി നമുക്ക് എന്തെങ്കിലും ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിവിടെ ടിക്ക് ഇട്ടിട്ട് ഏത് ഭാഷയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിവിടെ ടിക്ക് ഇട്ടിട്ട് എന്താ പ്രശ്നമെന്നും അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി അതേപോലെ അത് എത്രയാണെന്നും എന്ത് ചെയ്യുക, നിങ്ങളിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇത് ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മുടെ റെസിഡൻഷ്യലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഏത് ജില്ലക്കാരാണ്, നമ്മൾ ഏത് താലൂക്കാണ്, അതുപോലെ തന്നെ ഏത് പഞ്ചായത്താണ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഏതാണ് ലോക്കൽ ബോഡി ഉള്ളത്, അത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം പഞ്ചായത്താണെങ്കിൽ അതുപോലെ തന്നെ സെയിം താലൂക്കാണെങ്കിലൊക്കെ നമുക്ക് എക്സ്ട്രാ ബോണസ് പോയിന്റുകൾ, അതായത് നമ്മൾ കൊടുക്കുന്ന സ്കൂൾ നമ്മുടെ അതേ പഞ്ചായത്താണെങ്കിൽ നമ്മുടെ അതേ താലൂക്കാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബോണസ് പോയിന്റ് അവിടെ ഉണ്ടാകും. സോ അതെന്തായാലും നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ചു കൊടുക്കണം, തെറ്റിച്ച് കൊടുക്കുകയും ചെയ്ത് പിന്നീട് അത് പ്രശ്നമാകും. സോ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു റെസിഡൻസ് അതേപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു, അതേപോലെ തന്നെ അതർ ഡീറ്റെയിൽസ് കൊടുത്തു, അതേപോലെ തന്നെ റെസിഡൻസ് ഡീറ്റെയിൽസ് കൊടുത്തു. then അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സ്, അതായത് നമ്മുടെ പ്രസന്റ് അഡ്രസ്സ് എന്താണ്, നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് എന്താണ്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്താണ്. ഇത് രണ്ടും വേറെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ടും വേറെ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആധാറിലും നിങ്ങളുടെ SSLC ബുക്കിലൊക്കെ ഉള്ള നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെയിം ആസ് പെർമനന്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും അത് തന്നെയായിട്ട് വന്നോളൂ. നിങ്ങൾ രണ്ടാമത് റീ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ പിൻ നമ്പർ എത്രയാണെന്നുള്ളത് 670 സംതിങ് എത്രയാണെന്നുള്ളത് ഒരു 6 പിൻ കോഡ് ഉണ്ടാകും നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ. ആ പിൻ കോഡ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ദെൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ, മെയിൽ ID നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ക്ലിയർ ആയി ഞാൻ വിചാരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ് നമ്പറോ ഏത് കൊടുത്താലും കുഴപ്പമില്ല. നേരത്തെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് നമുക്ക് ഏറ്റവും ആവശ്യം. കാരണം നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യണമെങ്കിലും മറ്റ് അപ്ഡേറ്റ്സുകൾ കിട്ടാനും ഒക്കെ നമുക്ക് ആ ഒരു മൊബൈൽ നമ്പറാണ് ആവശ്യം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മെസ്സേജ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. സോ ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. സോ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് ബോണസ് പോയിന്റ് കിട്ടാനുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അതായത് നിങ്ങൾക്ക് +A കിട്ടി, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ടിന് +A കിട്ടി. എന്നാൽ രണ്ടാളും +A കിട്ടി, ബട്ട് നമ്മൾ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു സീറ്റേ പെൻഡിങ് ഉള്ളൂ എങ്കിൽ, വാക്കൻസി ഉള്ളൂ എങ്കിൽ അവിടെ എക്സ്ട്രാ പ്രയോറിറ്റി കിട്ടാൻ നമ്മൾ ചില ബോണസുകൾ നമുക്കുണ്ട്. ആ ബോണസുകൾ കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് ഓപ്ഷൻസുകളാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഉണ്ടാവും. ഒരു എക്സ്ട്രാ ഒരു 3 പോയിന്റ്, 5 പോയിന്റ് അല്ലെങ്കിൽ 2 പോയിന്റ്, 1 പോയിന്റ് വീതം ഇങ്ങനെ ടോട്ടലി ബോണസ് 10 പോയിന്റ് ഒരാൾക്ക് കിട്ടത്തുള്ളൂ. 10 പോയിന്റ് കൂടുതൽ വന്നാലും 10 പോയിന്റ് ഒരാൾക്ക് കിട്ടത്തുള്ളൂ. അത് എന്തായാലും ആ 10 പോയിന്റ് വരെയുള്ള ബോണസ് പോയിന്റ് കിട്ടാനുള്ള ഓപ്ഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. അത് നമ്മൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ചിലത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. സോ എന്ത് തന്നെയാലും ഫസ്റ്റ് വൺ പറയുന്നത് NCC ആണ്. NCCയിൽ നാഷണൽ കാഡറ്റ് കോർപ്സ് എന്നുള്ള NCCയിൽ നിങ്ങൾക്ക് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ഇടാവുന്നതാണ്. അതേപോലെ തന്നെ സ്കൗട്ട് ആണെങ്കിലും, സ്കൗട്ട് ഓർ ഗൈഡ് ആണെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ അല്ലെങ്കിൽ രാജ്യ പുരസ്കാർ കിട്ടിയാൽ മാത്രമേ ഇവിടെ ബോണസ് കിട്ടത്തുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ കൊടുക്കണം. അതേപോലെ തന്നെ SPC ഉണ്ടെങ്കിൽ അത്, അതേപോലെ ലിറ്റിൽ കൈറ്റ്സിൽ A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, A ഗ്രേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ജവാൻ, അതേപോലെ തന്നെ എക്സ് ജവാൻ ആയിട്ടുള്ള നമ്മുടെ മിലിറ്ററി, ആർമി, നേവി,
അതേപോലെ തന്നെ ഓഫീസേഴ്സിന്റെ ഒക്കെ മക്കളായിട്ടുള്ള ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള മീൻസ് മക്കളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും എന്തുണ്ട് ഒരു 5 പോയിന്റോളം അല്ലെങ്കിൽ അവർക്കുണ്ട് 3.5 പോയിന്റ് വീതമൊക്കെ അവർക്കും ബോണസ് ഉണ്ട്. ഇനി അതേപോലെ തന്നെ കിൽഡ് ജവാൻ മുമ്പ് എപ്പോഴും മരിച്ചു പോയുള്ള ഒരു ജവാന്റെ മക്കളാണെങ്കിലും ഡിപ്പെൻഡന്റ് ആണെങ്കിലും അവർക്കും ഉണ്ട് ബോണസ് പോയിന്റുകൾ. അതേപോലെ തന്നെ നമുക്ക് ഈ ബോണസ് പോയിന്റുകൾ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നണ്ണെന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുള്ള NCC അതേപോലെ തന്നെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ലിറ്റിൽ കൈറ്റ്സ് ഇതിനൊക്കെ ഗ്രേസ് മാർക്ക് നമ്മുടെ മാർക്കിൽ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കോറിൽ ഗ്രേസ് മാർക്ക് നമുക്ക് ആഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോണസ് നമുക്ക് ഇവിടെ കിട്ടൂല. അവിടെ ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ബോണസ് കിട്ടൂല. അവിടെ ഗ്രേസ് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ നമുക്ക് ബോണസ് കിട്ടും. ആ ഒരു രീതിയിലാണ് വരുന്നത്. സോ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കാണ്. ഇനി അതേപോലെ തന്നെ സ്പോർട്സ് ആർട്സ് ഫെസ്റ്റിവൽസിൽ നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക നിങ്ങൾ കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെയൊക്കെ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒരു വിൻഡോ ഒന്നും ആക്സസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഇതിവിടെ നിങ്ങൾക്കൊന്ന് എൻ്റർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോണസ് പോയിന്റ് വേണ്ടിയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ രണ്ടും നിങ്ങൾക്ക് സൈമിൾട്ടേനിയസ്ലി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഗ്രേസ് മാർക്ക് കിട്ടാത്ത സ്റ്റേറ്റ് ലെവലിൽ നിങ്ങൾ എത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അത് സ്പോർട്സ് ആണെങ്കിൽ അതേപോലെ ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തേർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഐറ്റത്തിന് അത് നിങ്ങൾ കൊടുക്കാം. അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ യൂത്ത് ഫെസ്റ്റിവൽ അതായത് നമ്മുടെ ആർട്സിന് നിങ്ങൾ സ്റ്റേറ്റ് ലെവലിൽ നിങ്ങൾ എത്ര ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ട് 2, 3 അങ്ങനെ കൊടുക്കാം. അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ A ഗ്രേഡ്, അതേപോലെ തന്നെ B ഗ്രേഡ്, C ഗ്രേഡ്, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കൗണ്ട് എത്രയാണെന്ന് നോക്കി എത്ര സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടോ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക. A ഗ്രേഡ് ആണെങ്കിൽ അങ്ങനെ B ഗ്രേഡ് എത്ര, ഇപ്പൊ നമുക്ക് 2 A ഗ്രേഡും 1 B ഗ്രേഡും ആണെങ്കിൽ നമ്മൾ A ഗ്രേഡ് എന്നുള്ളടുത്ത് 2ഉം B ഗ്രേഡ് എന്നുള്ളടുത്ത് 1 കൊടുക്കും. ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ബോണസ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്തെങ്കിലും എക്സാംസ് ഒക്കെ മുമ്പ് പാസ്സായിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ LSS, USS പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സാംസുകൾ നിങ്ങൾ എന്തെങ്കിലും പാസ്സായിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ശാസ്ത്രമേളകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും IT ഫെയർ, മാത്സ് ഫെയർ, സോഷ്യൽ അതേപോലെ തന്നെ സയൻസ് ഫെയർ ശാസ്ത്രമേളകളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് ലെവലാണ് കേട്ടോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടാവും. ആ ക്ലബ്ബുകളിലൊക്കെ നിങ്ങൾ അംഗമാണെങ്കിൽ ആ ക്ലബ്ബുകളുടെ ഒക്കെ മേ ബി നിങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് TC വാങ്ങുമ്പോൾ അല്ലെ SLC ബുക്ക് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ആ ക്ലബ്ബുകൾ ഏതൊക്കെയാണോ നിങ്ങളുള്ളത് അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ സ്കൗട്ട് ഗൈഡ് നിങ്ങൾ മുകളിൽ നമ്മൾ സ്കൗട്ട് ഗൈഡിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏത് സ്കൗട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രപതി പുരസ്കാർ അതേപോലെ തന്നെ രാജ്യ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ള സ്കൗട്ടോ ഗൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് രാജ്യ പുരസ്കാരം കിട്ടാത്തത് ഒരു സ്കൗട്ടാണ് അല്ലെങ്കിൽ ഗൈഡാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ താഴെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നോട്ട് അവാർഡ് എടുത്ത രാഷ്ട്രപതി പുരസ്കാർ ഒരു രാജ്യ പുരസ്കാർ. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമുക്ക് ബോണസ് പോയിന്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് അവിടെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഒരു വലിയ വിൻഡോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതാണ് ഞാൻ എന്ത് ചെയ്തുള്ളത് കീറി മുറിച്ച് പറഞ്ഞെന്നുള്ളത്. ഇനി അവസാനം താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾക്ക് EWS എക്കണോമിക് വീക്കർ റിസർവേഷൻ എന്നുള്ള നിങ്ങൾക്ക് EWS റിസർവേഷൻ നിങ്ങൾക്ക് അർഹരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് SC എന്ന ഓപ്ഷൻ ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം അവർക്കൊരു 10% റിസർവേഷൻ അവൈലബിൾ ആണ്. ഇല്ലാത്ത ആൾക്കാരോട് ഡിഫോൾട്ട് ആയിട്ട് നോയാണ് ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ മാർക്കിലേക്ക് എത്തും. അതായത് നിങ്ങൾക്ക് SSLCയിൽ കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണ് എന്നിവിടെ വിസിബിൾ ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക വെരിഫൈ ചെയ്യുക നിങ്ങളുടെ മാർക്ക് തന്നെയല്ലേ എന്നുള്ളത്. അത് ഓരോ സ്കീം ചൂസ് ചെയ്ത ആൾക്കാർക്കും ഓരോ രീതിയിലാണ് വരിക. സ്കീം 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് അവരുടെ മാർക്ക് അവരുടെ SLC ബുക്കിൽ അനുസരിച്ചിട്ട് ഈ ഒരു രീതിയിലാണ് വിസിബിൾ ആവുക. സ്കീം 2 ആണെങ്കിൽ നമുക്ക് സ്കീം 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൊട്ടടുത്ത വർഷമല്ല അതിന് മുമ്പത്തെ വർഷങ്ങളിൽ SLC പാസ്സായവരാണെങ്കിൽ അവർക്ക് സ്കീം 2 ആണ് ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അവരുടെ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ ഇല്ലെങ്കിൽ. അതേപോലെ തന്നെ സ്കീം 3 ആണെങ്കിൽ അവരുടേത്. സ്കീം 4 ആണെങ്കിൽ CBSEക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. CBSEക്കാരാണെങ്കിൽ മാത്സിന്റെ കേസിൽ ബേസിക് മാത്സും ഉണ്ട് അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് മാത്സും ഉണ്ട്. സോ അവരെ ഏതാണ് ആക്ച്വലി ബേസിക് ആണോ സ്റ്റാൻഡേർഡ് ആണോ എന്ന് കൃത്യമായിട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് മാത്സ് ചൂസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ +1 മാത്സ് പേപ്പർ ഉള്ള ഓപ്ഷൻസുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മാത്സ് സയൻസ് അല്ലെങ്കിൽ മാത്സ് കൊമേഴ്സ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ SLC പഠിച്ച സമയത്ത് സ്റ്റാൻഡേർഡ് മാത്സ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ബേസിക് മാത്സ് ആണ് പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ മാർക്കുകളൊക്കെ ഒന്ന് എൻ്റർ ചെയ്യുക. നിങ്ങളെ ബേസിക് മാത്സ് ആണോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മാത്സ് ആണോ എന്നുള്ള നിങ്ങളോട് എന്ത് ചെയ്യും ഷുവർ ആണോ എന്ന് ചോദിക്കും. ആണെങ്കിൽ ഓക്കെ കൊടുക്കുക അല്ലെങ്കിൽ ക്യാൻസൽ അടിച്ചിട്ട് എഡിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ മാർക്കുകളൊക്കെ കൊടുക്കുക. ദെൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കീം 5 ആണെങ്കിൽ ICSEക്കാരുടെ എന്താണെന്നുള്ളത് മാർക്ക്
എൻ്റർ ചെയ്ത് കൊടുക്കുക. CBSE-കാരെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിലില്ലാത്തൊരു പേപ്പർ, ഇതിലില്ലാത്തൊരു സബ്ജക്റ്റ് പകരം നിങ്ങൾ വേറെ പേപ്പറാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാനുള്ള, എഡിറ്റ് ചെയ്തിട്ട് അത് ചൂസ് ചെയ്യാനും അതിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. സ്കീം 5 ICSE-കാരുടേതാണെങ്കിൽ സെയിം ആ രീതിയിൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ICSE കഴിഞ്ഞു പിന്നെ ഇതൊന്നുമല്ലാത്ത 7th സ്കീം എന്ന് പറയുന്നത് നമ്മുടെ അതർ സ്കീമാണ്. ഈ സ്കീം നമ്മൾ പുറത്തുള്ള ഏതെങ്കിലും, അതായത് കേരളത്തിൽ അല്ലാത്ത വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്നൊക്കെയാണ് SLC പാസ്സായതെങ്കിൽ അത് ഏത് സ്റ്റേറ്റ് ആണ്, അതിന്റെ മാർക്കൊക്കെ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മാർക്കൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കീം 8 നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, THSLC 2016 ശേഷമാണെങ്കിൽ അവർക്ക് സ്കീം 8 ആണ് ഉണ്ടാവുക. അവരവരുടെ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സ്കൂളുകളുടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഓർഡർ അനുസരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓപ്ഷൻ നമ്പർ 1, എനിക്ക് ഇന്ന സ്കൂളിൽ GHSS മൂവാറ്റുപുഴ എന്ന സ്കൂളിൽ സയൻസ് ഓപ്ഷൻ, സയൻസിൽ തന്നെ ബയോളജി, സയൻസ് ഏതാണെന്നുള്ള പേപ്പറുകളൊക്കെ അവിടെ വ്യക്തമായിട്ട് കാണിക്കും. അത് ഓപ്ഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ഓപ്ഷൻ 2 ഏതാണെന്ന് കൊടുത്തു. സോ നിങ്ങളൊരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള സ്കൂളിൽ ഏറ്റവും താല്പര്യമുള്ള സബ്ജക്റ്റ് ഏതാണോ അതാണ് ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ കൊടുക്കാനുള്ള അവസരം ഇതിനകത്തുണ്ട്. സോ നിങ്ങൾ ഓപ്ഷൻസ് ശരിക്കും ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കണം. നിങ്ങൾ മേ ബി ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് മേ ബി ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ വെറുതെ ഒരു ഓപ്ഷൻ കൊടുത്തു. രണ്ടാമത് മുതലുള്ള ഓപ്ഷൻസുകളാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളുകൾ ഉള്ളതെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് ആദ്യം പ്രിഫറൻസ് വരിക. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് കിട്ടുക. ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. എന്നാലും ആ സമയത്ത് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുത്താൽ പിന്നെ നമുക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല. ഒന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ നമ്മൾ അവിടെ തന്നെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. പിന്നെ ട്രാൻസ്ഫർ ഒക്കെ വാങ്ങിപ്പോകലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടലായിരിക്കും. ആ സമയത്തൊക്കെ നമുക്ക് കിട്ടി അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ എന്തിനായാലും നിങ്ങൾ ഓപ്ഷൻസ്, നിങ്ങൾ നമ്പർ അനുസരിച്ച് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഏത് സ്കൂളിൽ, ഏത് കൊമേഴ്സ് ആണോ, സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, നിങ്ങൾക്ക് സയൻസ് ആണ് ഇഷ്ടമുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സയൻസ് എന്നുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന നിങ്ങളുടെ അടുത്തുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ ലിസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സയൻസ് കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് കൊമേഴ്സ് എടുക്കാമെന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ കൊമേഴ്സിന് എടുക്കുക. ഇനി ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഫസ്റ്റ് പ്രയോറിറ്റി കൊമേഴ്സ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഒരു സ്കൂളിൽ തന്നെ കൊമേഴ്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ തന്നെ 3 കൊടുക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു ഓർഡർ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ കൊടുക്കുക. സോ ഇവിടെ നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് സ്കൂളിന്റെ കോഡാണ്. ആ സ്കൂളിന്റെ കോഡ് നിങ്ങൾക്ക് എവിടെ കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് അവിടുത്തെ ഒരു ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ഹിയർ ടു വ്യൂ സ്കൂൾ ലിസ്റ്റ് എന്നുള്ളത്. സോ ആ ലിസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജില്ലയ്ക്കുള്ളിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് അതിലുണ്ടാകും. ആ സ്കൂളിന് നേരെ സ്കൂൾ കോഡ് ഉണ്ടാവും. ആ കോഡാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ആ കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കോഴ്സ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പം ആ സ്കൂളുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ, ആ സ്കൂളുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസുകൾ, സയൻസ് ആണോ, സയൻസ് തന്നെ എങ്ങനെ, കൊമേഴ്സ് ആണോ, കൊമേഴ്സിൽ മാത്സ് കൊമേഴ്സ് ആണോ, കമ്പ്യൂട്ടർ കൊമേഴ്സ് ആണോ, എന്താ അവിടെ ഉള്ളത്, ഹ്യൂമാനിറ്റീസ് ആണോ, ഹ്യൂമാനിറ്റീസിൽ ഏതൊക്കെ പേപ്പറുകൾ, പ്രധാനപ്പെട്ട 4 പേപ്പറുകൾ ഏതൊക്കെ, നമ്മുടെ ഏതായാലും നമുക്കറിയാം ഈ ഇംഗ്ലീഷും അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം അല്ലെങ്കിൽ ഉറുദു ഏതാ ഉണ്ടാവും നമുക്കറിയാം. അതല്ലാത്ത ബാക്കി 4 പേപ്പർ നമുക്കറിയാം. SLC നമുക്ക് 10 പേപ്പർ മേ ബി കേരള സിലബസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. +1 +2 നമുക്കറിയാം 6 പേപ്പർ വീതമാണ് പഠിക്കാനുള്ളത്. 6 സബ്ജക്ട്സുകളാണ് ഉണ്ടാവുക. സോ അതിൽ 4 സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അതും കൂടെ നിങ്ങൾ ചൂസ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സ്കൂൾ ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും മതി. സ്കൂൾ ലിസ്റ്റ് നിങ്ങൾ ഏത് ജില്ല എന്നുള്ളത് വിത്ത് കോഡ് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് കോഡോടുള്ള സ്കൂൾ ലിസ്റ്റ് വരും. നിങ്ങൾ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് സ്കൂളിന്റെ കോഡ് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സ്കൂളിൽ ഏത് കോഴ്സാണ് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ ഓപ്ഷൻ വരും. അപ്പോൾ രണ്ടാമത്തെ സ്കൂൾ എൻ്റർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് കഴിയാവുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ കൊടുത്തോളാം. കഴിയാവുന്നത്ര നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ കൊടുത്തോളാം. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ 7th സ്കീമാണ് ചൂസ് ചെയ്തെങ്കിൽ 7th സ്കീം എന്തായിരുന്നു, അതായത് നിങ്ങൾ ബാക്കിയുള്ള സ്കീം ഒന്നുമല്ല, ഈ വർഷത്തെ SLC അല്ല, അതേപോലെ തന്നെ ICSE അല്ല, അതേപോലെ തന്നെ CBSE അല്ല, ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്ത സ്കീമാണ് അതേഴ്സ് എന്നുള്ളത്. സോ അതേഴ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് എന്താണ്, അതൊക്കെ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് എന്താണെന്ന് വെച്ചിട്ട്
അത് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ നേരത്തെ റിസർവ്ഡ് ആയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ്സ് കൊടുക്കേണ്ടി വരും. സോ നമ്മൾ നേരത്തെ എന്തെങ്കിലും ചൂസ് ചെയ്തതിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റ് മേ ബി നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ഓൾ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിസിബിൾ ആയിരിക്കും. നമുക്കത് റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും തെറ്റ് മീൻസ് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാണെങ്കിൽ സ്പോട്ടിൽ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവസാനം ഫൈനൽ സബ്മിറ്റ് നമ്മൾ ഡിക്ലറേഷൻ കൊടുത്തിട്ട് അവസാനം ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ശ്രദ്ധിക്കണം. കാരണം അവസാനം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് വന്നാലേ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുത്താൻ വേണ്ടി പറ്റുള്ളൂ. അതിലൊന്നും പറ്റത്തില്ല. സോ എന്തായാലും ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, തെറ്റും ഒന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. സോ എല്ലാം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തിരക്കണ്ട സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇവിടെ നമുക്ക് കിട്ടിയുള്ള ആപ്ലിക്കേഷൻ നമ്പറും മൊബൈൽ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡൊക്കെ നിങ്ങൾ സേഫ് ആയിട്ട് വെക്കണം. കാരണം May 24 ഫസ്റ്റ് നമ്മുടെ ട്രയൽ അലോട്ട്മെന്റും June 2 ഫസ്റ്റ് അലോട്ട്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഇത് സെയിം സൈറ്റിൽ തന്നെ കയറിയിട്ട് സെയിം കാൻഡിഡേറ്റ് ലോഗിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളുടെ അലോട്ട്മെന്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ കൂടുതലായിട്ട് അപ്ഡേറ്റ്സുകളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.